രാവിലെ 7 മണിയായപ്പോൾ തന്നെ കഴിക്കാനായി ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇവിടെയാണ്. കണ്ടാൽ ഒരു കൊട്ടാരം പോലെ തോന്നുമെങ്കിലും ഇതാണ് ഏരവാനിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇന്ന് ഞാൻ പോകുന്നത് ഇവിടുത്തെ മനോഹരമായ ട്രെയിൻ യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ആകെ 3 ബോഗികൾ മാത്രമുള്ള ഈ ഒരു ട്രെയിനിലായിരുന്നു നമ്മുടെ ഇന്നത്തെ യാത്ര. 6 പേർക്കുള്ള ടിക്കറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ അറിഞ്ഞത്. അർമേനിയയിലെ നാഷണൽ ഡേ ആയതുകൊണ്ട് ടിക്കറ്റ് എല്ലാം ഇന്ന് ഫ്രീ ആണ്. 107 കിലോമീറ്റർ ഫ്രീ ആയി യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി. ഈ ട്രെയിനിന്റെ അവസാന സ്റ്റേഷൻ വരെയാണ് ഞാനിന്ന് പോകുന്നത്. അതായത് 3 മണിക്കൂറും 12 മിനിറ്റുമുള്ള യാത്ര. സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ ഒരു ട്രെയിനിന്റെ സീറ്റുകളെല്ലാം തടികൾ കൊണ്ടുള്ളതായിരുന്നു. ട്രെയിനിന് പുറത്തെ കാഴ്ചകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് തരിശുഭൂമികളായിരുന്നു. 20-30 കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴാണ് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കണ്ടു തുടങ്ങിയത്. അങ്ങനെ ഞാൻ 3 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് ഇവിടുത്തെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷനിലും വന്നെത്തി. 1897 നിർമ്മിച്ച ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ അർമേനിയയിലെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ്. ഇവിടെ പ്രധാനമായും കാർഷിക രീതികൾ തന്നെയായതുകൊണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എങ്ങോട്ട് പോകണമെന്നറിയാതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു അമ്മുമ്മയെ കണ്ടത്. ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ വരുന്നതെന്ന് ചോദിച്ചു. അതേന്നുള്ള ആ ഒരു മറുപടിക്ക് പിന്നെ നടന്നത് ഇതാണ്. ഈ ഒരു അമ്മയുടെ വീട്ടിലേക്ക് കോഫി കുടിക്കാനായി ഞങ്ങളെ അതിഥികളെ പോലെ ക്ഷണിക്കുകയാണ്. ഇന്ത്യക്കാരെ ഒരുപാട് ഇഷ്ടമാണെന്നും വളരെ നല്ല ആളുകളാണെന്നാണ് ഈ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരുപാട് ദൂരം ഞങ്ങൾക്ക് പോകാനുള്ളത് കൊണ്ട് ഇനി ഒരിക്കലാകട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞു.